നമസ്കാരം. കഴിഞ്ഞ കുറച്ചധികം സമയങ്ങളായി കേരളത്തിൽ രണ്ട് ചങ്കും കൂട്ടിയിടിക്കുന്ന ഒച്ചയും ആ ഒച്ചയുടെ പ്രതിധ്വനികളും മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കപ്പിത്താനെ പിടിച്ചുകൊണ്ടുപോയതിൻ്റെ സങ്കടം, പിടിച്ചുകൊണ്ടുപോകാൻ പോകുന്നതിൻ്റെ സങ്കടമാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. എത്ര ഡെസിബൽ ഒച്ച ഈ ചങ്കിടിക്കുണ്ടാകുമോ എന്നറിയില്ല. പ്രത്യേകിച്ച് ഏക്ഷനൊന്നും കാണിക്കാതെ തന്നെ ഈ ഒച്ച ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് എന്ന് അറിയില്ല. എന്തായാലും ഇ ഡി കരുതിക്കൂട്ടി തന്നെ പണി കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ കൊടുത്ത ഉടനെ തന്നെ കോടതിയിൽ നിന്ന് നിർദ്ദേശം വന്നിരുന്നു. ഇവരുടെ ചോദ്യം ചെയ്യുവാനുള്ള അനുമതി കോടതിയിൽ നിന്ന് ലഭിച്ച ഉടൻ തന്നെ ഇ ഡി ഒരു മിന്നൽ നീക്കം നടത്തിയിരിക്കുകയാണ്. ഈ മിന്നൽ നീക്കം നടത്തിയില്ല എങ്കിൽ ചിലപ്പോൾ നെഞ്ചുവേദന വരുവാൻ സാധ്യതയുണ്ട്. ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചിലപ്പോൾ ആശുപത്രിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നെഞ്ചുവേദന വരുന്നതിന് മുമ്പ് ഇ ഡി ഒരു കാർഡിയോളജിസ്റ്റിനെയും തപ്പിയെടുത്തുകൊണ്ട് പിണറായി വിജയൻ്റെ വസതിയിലേക്ക് പോവുകയാണ്. വീണ വിജയനെയും ചോദ്യം ചെയ്യുന്നുണ്ട്, പിണറായി വിജയനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും കരിമണൽ ഖനനത്തിൻ്റെ വിവാദത്തിലും മാസപ്പടിയിലും ഒക്കെ ആയിട്ട് വീണ വിജയനാകുമോ, വീണയും വിജയനും അകത്താകുമോ എന്നതിനെക്കുറിച്ച് ഇനി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അകത്താകും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. പിണറായി വിജയൻ്റെ വസതിക്ക് ചുറ്റുമായിട്ട് വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള വൻ സന്നാഹങ്ങളുമായിട്ടാണ് ഇ ഡി എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി എത്ര ഉച്ചത്തിൽ കരഞ്ഞാലും, ഇനി ഉച്ചത്തിൽ കരഞ്ഞിട്ട് കഴുത്തുളുക്കി കഴിഞ്ഞിട്ട് ഇ ഡിയാണ് തൻ്റെ കഴുത്തുളുക്കിയത് എന്നൊരു കള്ളക്കേസ് കൊടുത്താലും ഒരു കാരണവശാലും കപ്പിത്താൻ രക്ഷപ്പെടുവാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ ശൈലജ ടീച്ചർ ഉള്ളിൽ സന്തോഷിച്ചിട്ടാണെങ്കിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് ഒരു കാരണവശാലും ഒരു ശരിയായ രീതിയല്ല. CPM ഏറ്റവും കരുത്തനായ നേതാവിന് വേണ്ടിയിട്ട് ആരെയും തലയും മുറുക്കിക്കൊണ്ട് പോരാടും VD സതീശനുമായി യോജിച്ചുകൊണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി ഡൽഹിയിലായിരുന്നു. എന്തായാലും സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഡൽഹി പോകാനായിട്ട് ഒരു രീതിയിലുള്ള യോഗ്യതയും ഇല്ല. അങ്ങനെ ഈ ഡൽഹിയിൽ പോയിട്ടുണ്ട് എങ്കിൽ അത് സംസ്ഥാനത്തിന് വേണ്ടിയാകില്ല, മറിച്ച് പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കനെ ചതിച്ചു കീഴ്പ്പെടുത്തുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിൽ VD സതീശൻ പോയത് എന്നാണ് സഖാക്കൾ ഒന്നടങ്കം, അതായത് KK രാഗേഷൊക്കെ പറയുന്നത്. എന്തായാലും നെഞ്ചുവേദന നേരത്തെ ഉണ്ടായിരുന്ന P ജയരാജനും ഇത് കേൾക്കുവാൻ വേണ്ടിയിട്ട് ഉണ്ട്. അങ്ങനെ കണ്ണൂർ സഖാക്കൾ ഇരച്ചിത്തിക്കൊണ്ട് വലിയ പ്രകടനം നടത്തുകയാണ്. മുമ്പ് ഈ പ്രകടനം കണ്ടത്, കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ പ്രകടനം കണ്ടത് പയ്യന്നൂരും തളിപ്പറമ്പിലും കുഞ്ഞികൃഷ്ണനെതിരെയും TK ഗോവിന്ദനെതിരെയും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭമൊക്കെ നടത്തിയത്. ആ പ്രക്ഷോഭത്തിൻ്റെ ഒരു റിസൾട്ട് ജനങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. കാലങ്ങളായി ഈ സീറ്റുകൾ വിജയിച്ചു കൊണ്ടിരുന്ന ഇടതുപക്ഷത്തെ ജനം തൂത്തെറിഞ്ഞു. അതേപോലുള്ള ഒരു സമരമാണ് ഇപ്പോഴും നടക്കുന്നത്. പലതരത്തിലുള്ള വാദഗതികളും എതിർവാദങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് വലിയ പ്രക്ഷോഭമൊക്കെയാണ് CPM സംഘടിപ്പിച്ചിരിക്കുന്നത്. അവരുടെ തലമുതിർന്ന നേതാവിനെയാണ് തൂക്കുവാൻ പോകുന്നത്, തലയെയാണ് തൂക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ കുറേയധികം നാളുകളായി പല അഴിമതി കേസുകളും പലതരത്തിലുള്ള അക്രമത്തിൻ്റെ പേരിൽ കേസുകൾ ഉണ്ടെങ്കിലും പിണറായി വിജയന് ഇത്തരത്തിലുള്ള ദുര്യോഗം ഇത് ആദ്യമായിട്ടായിരിക്കും. അത്തരത്തിൽ ഇനി അങ്ങോട്ട് മമതയ്ക്കൊപ്പം ഒരു ജയിൽവാസത്തിനായിരിക്കാം ചിലപ്പോൾ പിണറായി വിജയൻ്റെ യോഗം എന്നും അറിയില്ല. എന്തായാലും മടിയിൽ കനമില്ലാത്ത പിണറായി വിജയൻ, മടിയിൽ കനമുണ്ട് എന്ന ഇ ഡിയും അതോടൊപ്പം തന്നെ ജനവും വിശ്വസിക്കുന്നുണ്ട്. പാർട്ടി ഫണ്ടും രക്തസാക്ഷി ഫണ്ടും ഒക്കെ തട്ടിക്കുവാൻ മടിയില്ലാത്ത ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്തുമാകാം എന്നാണ് നിരീക്ഷകരടക്കം അഭിപ്രായപ്പെടുന്നത്. പലതരത്തിലാണ് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. VD സതീശൻ പോയി ചെന്ന ഹരിയസ് കർത്തയെ ചെന്ന് കെട്ടിപ്പിടിച്ചു. അങ്ങനെ കെട്ടിപ്പിടിക്കുവാൻ ഞങ്ങളുടെ സഖാവിന് കഴിയില്ല. സംഘിയായിട്ടുള്ള RSSകാരനായിട്ടുള്ള ഹരിയസ് കർത്തയെ ലോക് ഭവനിലെത്തി കെട്ടിപ്പിടിക്കുവാൻ പിണറായി വിജയൻ രണ്ടാമതൊന്ന് ജനിക്കേണ്ടി വരും. മടിയിൽ കനമില്ലാത്ത സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയാണ് പിണറായി വിജയൻ എന്നൊക്കെയാണ് പറഞ്ഞ് ഘോഷിക്കുന്നത്. എന്തായാലും എത്ര തന്നെ ജയിലിലിട്ടാലും എത്ര തന്നെ വളഞ്ഞാലും എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളും ഭേദിച്ച് തൻ്റെ ഭാര്യയെ രക്ഷിക്കും എന്നാണ്
മുഹമ്മദ് റിയാസ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന് അറബിക്കഥയിലെ പഴയ സുൽത്താനെ പോലെ അങ്ങനെയൊക്കെ ചെയ്യുവാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ഇനി അറിയേണ്ടിയിരിക്കുന്നു. മരുമകന് അത്ര തന്നെ കരുത്തുണ്ടോ എന്നതിനെക്കുറിച്ചൊരു ബാഹുബലി സ്റ്റൈൽ ഓപ്പറേഷൻ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുത്തൊക്കെ ഉണ്ടോ എന്ന് ഇനി തന്നെ പുറത്തു വരേണ്ടിയിരിക്കുന്നു കാര്യങ്ങൾ. എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതി അതീവ ദുഷ്കരമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സഖാക്കൾ ഫേസ്ബുക്കുകളിൽ അങ്ങ് കയറി ഇറങ്ങി നടക്കുകയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. നേരത്തെ സ്വർണ്ണക്കൊള്ളയുടെ സമയത്തുള്ള ന്യായീകരണത്തിനേക്കാൾ വലിയ ന്യായീകരണം ഇപ്പോൾ കാരണഭൂതനാണ്, എല്ലാവരും ബഹുമാനിക്കുന്ന കാരണഭൂതനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ആ കാരണഭൂതനെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റിലാകുമ്പോൾ നേരത്തെ ഈ സ്വർണ്ണക്കൊള്ളയുടെ സമയത്തൊക്കെ പറഞ്ഞു എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയാതെ പറഞ്ഞു ചില സഖാക്കൾ. എന്തായാലും പിണറായി വിജയൻ ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ ചങ്കിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു. പിണറായി വിജയനും വീണ വിജയനും എന്തായാലും ഇനി എത്ര മോങ്ങിയാലും എത്ര കരഞ്ഞാലും ED വെറുതെ വിടുവാൻ പോകുന്നില്ല. അങ്ങ് കിഴക്ക് ബംഗാളിൽ നടത്തിയ നീക്കം, അതായത് മമതയെ സംബന്ധിച്ചിടത്തോളം മമത പോലും ഒന്നുമല്ല. അവിടെ കോലാഹലങ്ങളാണ് കാണിച്ചത്. പല രീതിയിലുള്ള ഗോഷ്ഠികളും മമതാ ബാനർജി കാണിച്ചു. അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങില്ല, ഒരു കാരണവശാലും ഇറങ്ങില്ല എന്ന് സഹിതം പറഞ്ഞു. EDയുടെ ഓഫീസിൽ ചെന്ന് EDയെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ കാണിക്കാൻ പാകത്തിനില്ലാത്ത ബഹളങ്ങളൊന്നുമില്ല. ഭീകരവാദികളെ സഹിതം ബംഗാളിൻ്റെ പല ഭാഗങ്ങളിലും അവർ അണിനിരത്തിയിട്ടുണ്ടായിരുന്നു. ഭീകരവാദികൾ നുഴഞ്ഞുകയറുന്ന സാഹചര്യം പോലും ബംഗാളിലുണ്ടായിരുന്നു. അത്തരം സാഹചര്യമൊന്നും കേരളത്തിലില്ല. ഒരല്പം, അതായത് സഖാക്കൾ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും തലയിൽ അല്പം ബുദ്ധിയൊക്കെയുണ്ട്. അവർ പ്രതികരിക്കും. കാരണം ജനങ്ങൾക്കറിയാം ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന്. ജനം ഒന്നടങ്കം ഇളകി വന്ന പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എത്ര തന്നെ കരഞ്ഞാലും ബഹളം വച്ചാലും എത്ര പ്രകടനങ്ങൾ നടത്തിയാലും ജനം ഒരല്പം പോലും പിണറായി വിജയന് വേണ്ടി ശബ്ദിക്കില്ല. കാരണം ഇത് ആവശ്യമാണ് എന്നത് എത്രയോ പേരുടെ കണ്ണീരാണ്. നിരപരാധികളായിട്ടുള്ള എത്രയോ പേരുടെ കണ്ണീർ. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് 51 വെട്ടേറ്റ് കൊല്ലപ്പെട്ടതിന് ശേഷം കുലം കുത്തി എന്ന് പറയുമ്പോൾ ഒരു വേദനയും ഉണ്ടായില്ല. പാർട്ടി സെക്രട്ടറിയുടെ മരുമകനായ TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് അറിഞ്ഞതിന് ശേഷം പോലും ഒരു വാക്ക് പറയുവാൻ തയ്യാറായില്ല പിണറായി വിജയന്. ഒരു വാക്കും സംസാരിച്ചില്ല ഒരു പാർട്ടി നേതാക്കന്മാരും. പാർട്ടിയിൽ TP ചന്ദ്രശേഖരൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും TPയെ ഒന്ന് കാണാൻ അല്ലെങ്കിൽ ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ തയ്യാറായില്ല. അത്രമാത്രം മൃഗീയമായിട്ടുള്ള മൃഗസമാനമായ സ്വഭാവത്തോടു കൂടിയുള്ള ആൾക്കാർക്ക് ഇപ്പോഴൊന്ന് ഇളകുന്നുണ്ട്. അവരുടെ ചങ്കിടിപ്പ് കൂടുന്നുണ്ട് എന്നതിൽ ജനത്തിന് വലിയ സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് ജനം ഒരു പ്രതിഷേധത്തിൻ്റെ ഒച്ചയോ പ്രതിഷേധത്തിൻ്റെ അലയൊലിയോ സഖാക്കന്മാരുടെ നാവിൽ നിന്നല്ലാതെ മറ്റെവിടെ നിന്നും വരില്ല. ഇവിടെ ഏതൊക്കെ പ്രക്ഷോഭങ്ങൾ എടുത്തു ചാർത്തിയാലും ED പൊക്കും എന്ന് പറഞ്ഞാൽ പൊക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.